ഗൈസ്, കഴിഞ്ഞ വട്ടം ഓർമ്മയുണ്ടോ നമ്മളൊരു പോർഷെ എടുത്തായിരുന്നു ഗൈസ്, ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്താവും എന്തോ. ഓക്കെ, ഭയങ്കര പാടാണ് ഗൈസ് പോർഷെ ഓടിക്കാൻ. എന്നാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, എൻ്റെ പൊന്നെ, അവൻ്റെ ബേസ് ഇടിച്ച്. ഓ, ഭയങ്കര സ്പീഡാണ് ഗൈസ് പോർഷയ്ക്ക്. ഓക്കെ, അവൻ്റെ ബേസെല്ലാം ഇപ്പോൾ ഇടിച്ച് തകർത്ത് ഞാൻ. ഭയങ്കര പാടാണ് ഗൈസ് ഇത് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാൻ. ഗൈസ്, ഈ വീഡിയോൻ്റെ അവസാനം ഒരു വണ്ടി കൂടെ മേടിച്ചിട്ട് നമ്മൾ നിർത്തുന്നുള്ളൂ. ഓക്കെ, വീഡിയോ ഫുള്ളും കാണുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക ഏത് ഗെയിം കളിക്കണമെന്ന്. ഓക്കെ ഗൈസ്, അവൻ്റെ പൈസ ഇടിച്ച് ജസ്റ്റ് ഇടിച്ചെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര സ്പീഡാണ് ഗൈസ് വണ്ടിക്ക്. ഓക്കെ ഗൈസ്, നിങ്ങൾ പറയണം തംബ്നെയിൽ ആഡ് ചെയ്യണോ ഇല്ലയോ എന്ന്. ഞാൻ തംബ്നെയിൽ ആഡ് ചെയ്ത വീഡിയോനൊന്നും വ്യൂസ് കിട്ടുന്നില്ല, എന്താണോ എന്തോ. പക്ഷേ തംബ്നെയിൽ ഇടാത്ത വീഡിയോസ് ഉണ്ടല്ലോ, അതിന് വ്യൂസ് കൂടുന്നു. ഇതിന് ഞാൻ തംബ്നെയിൽ ഇടാം. അടുത്ത വീഡിയോ തൊട്ട് ഇത് വ്യൂസ് കൂടുവാണെങ്കിൽ അടുത്ത വീഡിയോ തൊട്ട് തംബ്നെയിൽ ഇടും. ഇത് വ്യൂസ് കുറവാണെങ്കിൽ അടുത്ത വീഡിയോ തൊട്ട് തംബ്നെയിൽ ഇടത്തില്ല. തംബ്നെയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ പോലെ സംഭവം കാണിക്കത്തില്ലേ, ആ സംഭവം. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം എൻ്റെ. ഓക്കെ ഗൈസ്, എനിക്ക് മെനങ്ങാന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് കുറച്ച് ചെറിയ പനി പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇനി സ്ഥിരം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ PC ഓർമ്മയുണ്ടോ? ഓ മോനെ, എനിക്ക് ഈ PC ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ നമ്മുടെ പഴയ PC ഓർമ്മയുണ്ടോ ഗൈസ്? ഒരു പെട്ടിയുടെ മണ്ടേ ഒരു TV ഇരിക്കുന്ന പോലത്തെ പണ്ടത്തെ PC, TV പോലെയല്ലേ ഇരുന്നത്, ടൈപ്പുള്ള. പിന്നീട് ഒരു ടേബിളിൻ്റെ മണ്ടേ സാധാ നോർമൽ വർക്കിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, ആ PC. പിന്നീട് നമ്മൾ ഗെയിമിംഗ് PC ഇറക്കി ഗൈസ്, അതാണ് ഈ കാണുന്നത് നിങ്ങൾ. ഓക്കെ, മേലോട്ട് പോവാം. ഈ സിമ്പിളാണ് അതിനെ കാണിക്കുന്നത്. നമുക്ക് ബൈ ദ വേ നമുക്ക് വൈറ്റ് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്, ഗെയിമില്ല കേട്ടോ ഗൈസ്. ഓക്കെ, സോഫ. ഓ, PS5 ഹോം തിയേറ്റർ. മോനെ കൊള്ളാം ഗൈസ്. PS5 ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പോവാം. PS5 വലിയൊരു മോണിറ്റർ, 2 സ്പീക്കർ, കറക്റ്റ് ഒരു ഗെയിമിംഗ് സെറ്റപ്പായി. ഇനി പോകാനായിട്ട് നമ്മുടെ ഇവിടെ എന്തുവായി? അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റോബക്സ്. നമ്മുടെ റോബക്സ് ഇല്ല ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ റോബക്സും നമ്മൾ സെറ്റാക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ അവതാറും എല്ലാം മാറ്റുന്നതാണ്. അതായത് ഫുൾ ബോഡി, ഷർട്ട്, അങ്ങനത്തെ ഓരോന്ന് കമൻറ്റ് ചെയ്താൽ മതി, അതുപോലെ നമ്മൾ ചെയ്യും. ഡു കമൻറ്റ് ബിലോ. എൻ്റെ ആദ്യത്തെ വീഡിയോന് 300 വ്യൂസായി, 8 ലൈക്കുമായി ഗൈസ്. അത്രയെങ്കിലും പോയല്ലോ ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അത്രയെങ്കിലും ചെയ്ത്. ചിലവർക്ക് അത്രയും പോലും ആരും ചെയ്യത്തില്ല ഗൈസ്, അതിന് എൻ്റെ വകയൊരു നന്ദി. ഇത്ര കുറവാണെങ്കിൽ നിങ്ങൾ തന്നല്ലോ. 8 ലൈക്കും പിന്നെ ഇത് വ്യൂസും ആൾക്കാർ കണ്ടാലും മതി, എനിക്ക് കുഴപ്പമില്ല. ലൈക്ക് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ടാലും മതി ഗൈസ്. ഓക്കെ, നമുക്കൊന്നും കൂടെ വണ്ടി ഓടിച്ചു നോക്കാം. ഈയോട്ടെ എവിടെയെങ്കിലും പോവാം. ഈ തേര് ഇറങ്ങി പോവാം. നല്ല രസം ഗൈസ്. പക്ഷേ ഇത് ഭയങ്കര പാടാണ് ഓടിക്കുന്നതേ ഉള്ളൂ. ഈ സ്റ്റിയറിങ് കൺട്രോൾ, പക്ഷെ ഓടിക്കുന്നത് ഭയങ്കര സ്പീഡിലാണ്, ഒരു സുഖമുണ്ട്. ഓക്കെ, നല്ല സ്പീഡൊക്കെ ഉണ്ട്, നല്ല സ്പീഡുണ്ട്. നമ്മുടെ ആദ്യം മേടിച്ച കാറിനേക്കാളും കൺട്രോൾ കുറച്ച് നല്ലതാണ്.
ഗൈസ് നിങ്ങൾ ഞാൻ ആദ്യം മേടിച്ച കാറിൻ്റെ ഇത് ഉണ്ടായിരുന്നു, സ്റ്റിയറിംഗ് എല്ലാം പഴഞ്ചനല്ലായിരുന്നു. പോർഷെ മേടിച്ചപ്പോൾ നോക്ക് ഗൈസ്, ഫുൾ അടിപൊളി സ്റ്റിയറിങ്. ഇനി അടുത്ത കാർ മേടിക്കുമ്പോൾ അതിനെന്തുവാ നോക്കാം. അടുത്ത കാർ മില്യണാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാറ് മേടിച്ചിട്ടേ വീഡിയോ നിർത്തൂ. ഓക്കെ, എൻ്റെ ബസ്. ഓക്കെ, അവിടെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഓടിച്ച്. ഇത് കളർ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ, എൻ്റെ മുഖം കാണിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഈ വീഡിയോന്, എന്നാലേ കാണിക്കൂ ഗൈസ്. ബാറ്ററി കുറച്ച് കുറവാണ് ഗൈസ്, ആ കാര്യം വെക്കണ്ട. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുകയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, സ്റ്റെപ്പ് കയറാം നമുക്ക്. ഇടയ്ക്ക് എൻ്റെ ശബ്ദം കൂടുന്നുണ്ടല്ലേ ഗൈസ്, അത് സൗണ്ട് കേൾക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വോയിസ് കൂട്ടി പറയുമോ, അതുകൊണ്ടാണ്. ഓക്കെ, കിച്ചൺ. ഓ ഗായ്സും കിച്ചണും അങ്ങനെ വന്നിരിക്കുന്നു. ഓക്കെ, അത് മതി. നമുക്കിനി ഇവിടുന്ന് ആഹാരം കഴിക്കാമല്ലോ. ഡൈനിങ് ടേബിള്. ഓക്കെ, അതൊക്കെ ഉണ്ട് ഗൈസ്. മൂന്നാമത്തെ നില ഇത് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ അങ്ങ് സെറ്റാക്കും ഗൈസ്. നോക്കട്ടെ, പൈസ കുറവാണ് ഗൈസ്. സെറ്റാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പൈസ ഇല്ല ഗൈസ്. ഓ, പൈസ ഇഷ്യൂ ആണ്. ഓ, ഇവിടെ റൂമായി. ഇനി ബാക്കി റൂമുകളൊക്കെ വരുന്നതാണ്. ഓക്കെ, പൈസ എത്ര ഉണ്ട്? 230. ഇത് വെച്ചെന്തോന്ന് ഞാൻ നമുക്ക് ഫോളോവേഴ്സ് കൂടി. ഗായ്സ്, PC അപ്ഗ്രേഡായി. ഓ ഗായ്സ്, PC അപ്ഗ്രേഡായി. ഓക്കെ, നമ്മൾ വലിയ യൂട്യൂബറാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ PCക്കകത്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഗൈസ്, PC അപ്ഗ്രേഡ് ചെയ്താലേ സബ്സ്ക്രൈബേഴ്സിനെ കൂടും, അല്ലാതെ ഒരു കാര്യവും ഇല്ല ഗായ്സ്. നമ്മുടെ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒന്നും കൂടുന്നതും ഇല്ല, സ്റ്റെക്കായിട്ടങ്ങ് നിൽക്കുക, അതേപോലെ ആവും. PC അപ്ഗ്രേഡ് ചെയ്യണം. അതിന് വ്യൂസ് പതിയെ കൂടണം, പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടണം. എന്നാലേ മൊബൈലിൽ നിന്ന് മാറ്റി PC അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, നമുക്ക് വേണ്ട പ്ലേ ബട്ടൺ കണ്ടോ ഗൈസ്, വൈറ്റ് പ്ലേ ബട്ടൺ. പിന്നെ ഗോൾഡ് വരും, പിന്നീട് കഴിഞ്ഞ് വലിയ പ്ലേ ബട്ടൺസ് വരും. ഓക്കെ, ഗൈസ് ഇവൻ ആരാ എൻ്റെ ബേസിൽ കയറുന്നു ഗൈസ്? പോടാ ഗൈസ്. ഇവന്മാർക്ക് എന്തിൻ്റെ സൂക്കേടാണോ എന്തോ എൻ്റെ ബേസിൽ കയറി വരുന്നത് എന്തിനാണ്? അവന്മാർക്ക് വേറെ ബേസില്ലേ? വാടാ മോനെ വാടാ, ചത്തവൻ. എൻ്റെ അടുത്ത് കളിച്ച് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നവൻ എൻ്റെ വീട്ടിൽ കയറാൻ നാണമില്ലാത്തവൻ. അവനൊരു ബേസ് ഉണ്ടാക്കത്തും ഇല്ല, എന്നിട്ട് എൻ്റെ ബേസിൽ കയറി വന്ന് എന്നെ അടിക്കാറായി. വന്നേക്കുന്നവൻ എന്നെ അടിക്കാൻ. ഇനി അവൻ കയറി വന്നവനെ അടിക്കും ഞാൻ, കണ്ടോ ഗൈസ്. ഇതെങ്ങനെ കയറുന്നു ഇവന്മാർ? മനസ്സിലാവുന്നില്ല. ഇവന്മാർ ഭയങ്കര ശല്യമാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ഗൈസ്, ഇവന്മാരെ കൊണ്ട്. ശല്യം തന്നെ ഗൈസ്, എന്ത് കഷ്ടമാണോ എന്ത്. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് അവന്മാർ വല്ലതും എന്തെങ്കിലും ചെയ്തേ ഞാൻ അവന്മാരുടെ ബേസിൽ കയറി വന്ന് അവന്മാരെ അടിച്ച് ഉറക്കും ഗൈസ്. ഇത് ഞാൻ ഉറപ്പായിട്ടും പറയുക. ഓരോമാർ വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഇത് നശിപ്പിക്കാൻ വേണ്ടി. ബേസ് നാണം ഉണ്ടോ എന്തോ അവന്മാർക്ക് ബേസ് ഉണ്ടായിട്ട് നമ്മുടെ ബേസ് വന്നിരിക്കുന്നു, സ്റ്റെക്കായി. അയ്യോ, ഇതെന്ത് പറ്റി? ഇരുന്നുകൊണ്ട് PC ഓടിക്കുന്നു ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക ഇരുന്നുകൊണ്ട്. PC ഇല്ല ഗൈസ്, ട്രാൻസ്പെറൻറ്റ്. ഓ പൈസ, റോബക്സ് പിന്നെ കാണിച്ചു. ഓക്കെ ഗൈസ്, 300. ഗൈസ് വേറൊരുത്തും ഗൈസ്, യുമാർക്ക് എന്തിൻ്റെ സൂക്കേടാ ഗൈസ്.
ശല്യം തന്നെ. ഉമാർക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്തോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പോടാനിട്ട് ഗൈസ്. ഓക്കെ, നാണമില്ല. നീ എൻ്റെ ബേസിൽ കയറി വന്നേക്കും. അടുത്തവന്മാരും കയറി വന്ന് ഗൈസ്. ചുറ്റിയിൽ വെച്ച് അവനെ ആദ്യം പറ്റിക്കിപ്പോൾ ഞാൻ ഗൈസ്. താ വന്ന് ഗൈസ് എന്നെ അടിക്കുന്നു. ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലയോ എന്തോ ഗൈസ്. ഇതൊരു കഷ്ടമാണോ എന്തോ ഇതിങ്ങനെ. എന്തോന്നാണോ എന്തോ. ഇവൻ്റെയൊക്കെ ബേസിൽ ഞാൻ കയറുന്നു, പിന്നെ എന്തിനാ എൻ്റെ ബേസിൽ കയറുന്നേ? എന്തൊരു കഷ്ടമാണോ എന്തോ. വല്ലാത്ത ഇത് തന്നെ. അവൻ ഇനി കയറി വരുവാണെങ്കിൽ അവനെ അടിച്ചു വിടും കേട്ടോ ഗൈസ്. ഇനി വരട്ടെ, അവനെപ്പം കാണിച്ചു കൊടുക്കാം. വലിയ ആളാവുന്നു കിടന്നു. വലിയ ആളാവുക്കവന് ഗൈസ്. പിന്നെയും കയറി വന്ന് ഗൈസ്. അവന് ഇതിൻ്റെ കഷ്ടമുണ്ടോ. അവന്മാർക്ക് ഇപ്പം കൊടുക്കാം ഗൈസ്. കുറേ നേരമായി കിടന്ന് എന്നെ അടിക്കാൻ വീന്ന്. പുറവേ ഉണ്ട് ഗൈസ്. അവനെ കാണിച്ചു കൊടുക്കാൻ ഗൈസ്. കുറേ നേരമായി കിടന്ന് എൻ്റെ പുറകെ വന്ന് എന്നെ അടിക്കുന്നത്. നാണമില്ലാത്ത സ്വന്തം ബേസ് ഉണ്ടായിട്ട് എന്നെ അടിക്കുന്നത്. അന്ന് ഇതാ പോടാ പോടാ, എൻ്റെ ബേസിൽ പോടാ പോടാ അങ്ങോട്ട് ഗൈസ്. ഈ ബേസ് ഇടയ്ക്ക് മിന്നി കത്തുന്ന പോലെ ഗൈസ്. കൊന്ന്. നാണം ഉണ്ടോടാ നിനക്ക് എൻ്റെ ബേസിൽ കയറി കളിക്കാൻ? എൻ്റെ ബേസിൽ കയറി കളിച്ചാൽ ഇങ്ങനെയൊക്കെ ഗൈസ്. കുറച്ച് PC വർക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ ചെറുക്കൻ വരുമോ എന്തോ. എനിക്ക് അടി ഉണ്ടാകാൻ മൂടൊന്നുമില്ല അവൻ്റെ അടുത്ത്. ഞാൻ ചുമ്മാ കയറി വന്ന് എന്നെ അടി ഉണ്ടാവുക. ഗെയിം നശിപ്പിക്കാൻ വേണ്ടി ഓരോ ഇറങ്ങിയേക്കുക. അവർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്തോ. എന്ത് കഷ്ടമായി ഇങ്ങനെ PC വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ പുതിയ കാറൊക്കെ എടുക്കും ഗൈസ്. എനിക്കില്ല കാറില്ല, ചുവന്ന കാർ എടുക്കണം ഒരാഗ്രഹമുണ്ട് ചെറിയ. ഒന്ന് എടുക്കണം, എനിക്ക് എടുക്കാം. വെയിറ്റ് ചെയ്യാം. വീഡിയോൻ്റെ അവസാനം ഞാൻ എടുക്കും. നിങ്ങളല്ലെങ്കിൽ പാതി വെച്ച് നിർത്തിപ്പോവും, വീഡിയോ കാണത്തുമില്ല. നിങ്ങളാരും സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല എന്നെ. പിന്നെ ഇവന് എന്തുവാ ഇത് ശല്യം ചെയ്യുന്നു തന്നെ. ഒന്ന് പോടാനീറ്റ് ഗൈസ്. ഇവന് എന്തുവാ ഗൈസ്. ഞാൻ മിക്കവാറും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യേണ്ട വരും ഇവൻ കാരണം. ഭയങ്കര ശല്യമായി. അവനെ പിടിച്ചിട്ട് അടിക്കാനൊക്കെ തോന്നുന്നു. പക്ഷെ അവൻ അടിച്ചിട്ട് പിന്നെ വേറെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ എവിടെ പോയി? ശല്യം തന്നെ. ഇവന്മാരൊക്കെ എന്തിനാ എൻ്റെ ബേസിൽ കയറുന്നേ ഗൈസ്? PC ഗൈസ്. നമുക്കൊരു വർക്കറിനെയും കിട്ടി. പൈസ ഇല്ല. അല്ലെ അടുത്ത ആളെയും കൂടെ വെക്കുന്നു ഗൈസ്. ഇനി നമുക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കും. ഇവന് എന്തുവാ ഗൈസ് എന്നെ പറയുന്നേ? ഇവന് വേറെ പണിയൊന്നും ഇല്ല എന്തോ. ഇവന് എന്നിട്ട് സൂക്കേടാ. ഞാൻ മിക്കവാറും ഗെയിം ഇപ്പോൾ ബാക്ക് ഇറങ്ങും ഗൈസ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്ക് ഇറങ്ങാൻ പോവാ. ലീവ് ആക്കട്ടെ. എൻ്റെ ശല്യം. അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യുള്ളൂ. നമ്മൾ ചുമ്മാ ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. നാണമില്ലാത്തവൻ സ്വന്തം ബേസ് ഉണ്ടായിട്ട് ഞങ്ങളെ ബേസിൽ കയറി വന്ന് നിൽക്കുക. ഇവന്മാർക്ക് എന്തിൻ്റെ സുഖേടാണോ എന്തോ. എന്തിൻ്റെ സുഖേടാണോ എന്തോ ഇവന്മാർക്ക്. ഗെയിമിൽ കയറാം നമുക്ക്. ഓക്കെ ഗൈസ്, ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ലോഡാകുമ്പോൾ ഒരു സമയം എടുക്കും. ഓക്കെ ഗൈസ്, ഇത് എന്തോന്ന് ഗൈസ്. ഇത് പതിയെ ലോഡാവുന്നുള്ളൂ. പെട്ടെന്ന് ലോഡായിരുന്നെങ്കിൽ. ഓക്കെ 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 ഗൈസ്, ലോഡാവുന്നുണ്ട്. എപ്പോൾ ആവാനാന്ന് തോന്നുന്നതോ. ഈ ചെറുക്കൻ കാരണം അവന് വേറെ പണിയൊന്നും ഇല്ല എന്തോ. നമ്മുടെ ബേസിൽ കയറി വന്നേക്കുന്നു അവന് ബേസ് ഉണ്ടായിട്ട്. എന്തൊരു കഷ്ടമാണോ എന്തോ ഗൈസ്. ഓക്കെ
എന്തു സംഭവം? നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഈ മാസ്കുള്ള സെലക്ട് ചെയ്യാം. അപ്പം എന്ത് ആവും നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബേസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ആയില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവൻ്റെ ഭയങ്കര വേലയാണ് അവന്. അവൻ വന്നോന്ന് നോക്കാം. ആണെങ്കിൽ അവനെ അടിച്ച് പൊട്ടിക്കും. വന്നെങ്കിൽ ഗൈസ് ഞാൻ വീഡിയോ ഓർത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഗെയിം വല്ലതും കളയും. ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നു ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൽ നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. മറ്റേ ഇതിൽ പന്ന ആൾക്കാർ. ഓക്കെ ഗൈസ്, അവർക്ക് വേറെ എന്തെങ്കിലും പണിയില്ലേ എന്തോ നടന്ന് ശല്യം ചെയ്യാൻ. ഇതിനൊന്നും പൈസ ആയിട്ട് പോലും ഇല്ല. ഓക്കെ ഗൈസ്, PC ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് PC വന്നില്ലേ? ഓ ഇല്ല. ഓ, താഴെ പോയി ഇച്ചിരി പൈസ വല്ലതും എടുത്താലോ? പൈസ പതിയെ കൂടുന്നുള്ളൂ ഗൈസ്. ഇതൊന്നും സെറ്റായിട്ട് അതിലൂടെ വരെ വന്നില്ല. പൈസ എടുക്കാം. ഇനി നമുക്ക് PC അപ്ഗ്രേഡ് ചെയ്യാതിരിക്കാം. ഇനി അപ്ഗ്രേഡ് ചെയ്യാം. PCയും പിന്നെ വർക്കറിനെയും വെക്കാം പുതിയ. ഓക്കെ, എനിക്ക് വെക്കാം ഗൈസ്. വെയിറ്റ്. ഇനി വർക്കറിനെ വെക്കാല്ലേ? ഗൈസ് നമുക്ക് വെക്കാൻ പറ്റൂ ഗൈസ്. എന്താ വന്നില്ലേ? പൈസ ഇല്ലേ നമുക്ക്? എന്താ വരാത്തേ? ഗൈസ് വന്നിരിക്കുന്നു അടുത്ത PC. ലെറ്റ്സ് ഗോ. ഇനി പൈസ ഒന്നും ഇല്ല ഗൈസ്. ഇതും കൂടെ ആക്കാനേ ഉള്ളൂ. ഇനി 200 അല്ല, എത്ര ലക്ഷമാണെന്ന് തോന്നുന്നു. 200 ലക്ഷത്തി സംതിങ് എന്തോ ഉണ്ട്. അതിനി കൂടണം. 68 സംഭവം. പൈസ ഭയങ്കരമായിട്ട് കുറയുന്നു. പൈസ കൂടുന്നില്ല, പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്താണോ എന്തോ, വല്ലാത്ത കഷ്ടം അത്. ഓക്കെ ഗൈസ്, പൈസ കൂടുന്നതുമില്ല. ഇച്ചിരി പൈസ ഉണ്ട്, എടുക്കാം. അല്ല, ഞാൻ തോന്നിയാൽ പൈസ കൂടുന്നതുമില്ല. ഇച്ചിരി വെളിയിൽ പോയി കാറ് വല്ലതും ഓടിക്കാം. അല്ലേ, കാർ ഓടിക്കാം. പുതിയ കാർ എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഇതൊന്നും എടുക്കാൻ പറ്റാതെ കാർ കയറാൻ പറ്റുന്നില്ല ഗൈസ്. അവൻ്റെ ബേസായോ? ഇല്ല ഗൈസ്. ഇല്ല, സാധനം എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, ചാടുന്ന അതുകൊണ്ടായിരുന്നു. ഇനി നമുക്കൊരു ചെറിയൊരു റൈഡ് പോകായിരുന്നു. ഭയങ്കര പാടാണ് ഗൈസ് ഓടിക്കാൻ. കുറച്ച് റൈഡിന് പോയിട്ട് വരാം. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറ് സുപ്രയാണ്. മാർക്ക് 4 MK4. ആ വണ്ടിയാണ് എനിക്കിഷ്ടം, സുപ്ര MK4. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് സുപ്ര മാർക്ക് 4 ആണ് ഇഷ്ടം. MK4 എന്നും പറയും. ഓക്കെ, ഈ വണ്ടി ഇഷ്ടമാണ്, പോർഷെ 911. സ്റ്റണ്ട് ചെയ്ത് നോക്കുക ഗൈസ്. കൊള്ളാം, നൈസ് റാമ്പ്. ഓക്കെ, എൻ്റെ പൊന്നെ. വണ്ടി മറിഞ്ഞു ഗൈസ്. മറ്റേ നേരത്തെ ഗെയിം. അത് തന്നെ, ഹാൻഡ് ബ്രേക്ക് ഞെക്കുവാണെങ്കിൽ സംഭവം നേരെയാവും. ഇത് ഗിയറാണോ ഹാൻഡ് ബ്രേക്കാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ആരുടെ ബേസിൻ്റെ അടുത്ത് എത്താറായോ? അല്ല, ബേസല്ല, ഇതൊരു ടവറോ? ഇതാരോ ഉണ്ടാക്കിയതുകൊണ്ടാന്ന് തോന്നുന്നു. ഗായ്സ്, ഇത് എവിടെ എത്തുന്നില്ലല്ലോ. വീട്ടിൽ പോകാനും പറ്റത്തില്ലേ? വണ്ടി കുടുങ്ങിയെന്ന് തോന്നുന്നു എവിടെയെങ്കിലും. തിരിച്ചു ആ വഴി തന്നെ വന്നു ഞാൻ. അയ്യോ, പിടിച്ചാണ്. ഇടിച്ച് അയ്യോ ഇടിച്ച് ഇല്ല ഇടിച്ച് രക്ഷപ്പെട്ട് ഗായ്സ്. സോറി, ഞാൻ വിചാരിച്ച് ഇപ്പം ഇടിക്കുമെന്ന്. ഞാൻ പിടിച്ചെന്ന് ഗായ്സ്. ഓക്കെ ഗായ്സ്, നമ്മൾ തിരിച്ച് സ്ഥലത്ത് എത്താറായെന്ന് തോന്നുന്നു. ഈ വഴി പോയാൽ എനിക്ക് വീട്ടിൽ പോകണം. അല്ലെങ്കിൽ പറ്റത്തില്ല, നടക്കൂല.
എന്തായാലും വീട്ടിൽ പോയേ പറ്റൂ. ഓ പുതിയ വണ്ടി എടുക്കണം, ബേസ് അപ്ഗ്രേഡ് ചെയ്യണം. ഓ ഇടിച്ച്, ഓ വണ്ടി ഇടിച്ചു ഗൈസ്, വണ്ടി ഇടിച്ചു. അവന്മാരൊക്കെ എന്തരാണോ എന്തോ ഇത്രയും വലിയ ബേസ്. ഈ ഗെയിമിൽ നിന്ന് കുത്തിയിരുന്ന് കളിച്ചാൽ ഇത്രയും ബേസ് ആയെന്ന് തോന്നുന്നു അവന്മാർക്ക്. നമുക്ക് ഇന്ന് ചിലപ്പം ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. തന്നെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തില്ലേ, അതുകൊണ്ട് ആൾക്കാർ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. നോക്കാം, നമുക്ക് നോക്കാം ഗൈസ്, ആൾക്കാർ കാണുന്നോ ഇല്ലയോ എന്നൊക്കെ. ഈ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഒന്നും കാര്യമാക്കണ്ട, അതൊക്കെ പിന്നെ മാറുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൗണ്ട് പോകും ഉറപ്പായിട്ടും, 100%. നിങ്ങൾ സപ്പോർട്ട് ആരും എനിക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ വലിയ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടില്ല, ആദ്യം കുഞ്ഞ് യൂട്യൂബേഴ്സായിരുന്നു, എന്നിട്ടാണ് വലിയ യൂട്യൂബേഴ്സായത്. അതുപോലെ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഗൈസ് മൊബൈലിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നു PC മേടിച്ച് എഡിറ്റ് ചെയ്യാമായിരുന്നു. എൻ്റെ ഈ ലാപ്ടോപ്പ് പോലും ഇല്ല, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ്, നിങ്ങൾ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത് തന്നെ. PC ഇല്ല, PC മേടിക്കണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി, ഞാൻ PC മേടിക്കും ഉറപ്പായിട്ടും, എനിക്ക് മേടിച്ച് തരും. ഓക്കെ ഗൈസ്, കുറച്ച് നേരം PC വർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ GTA 5 വീഡിയോ ഒക്കെ വരും ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഓരോ ആൾക്കാർ ലൈക്ക് ചെയ്താൽ മതി, ഒന്നും കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് GTA 5 ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? GTA 6 ഇറങ്ങി, എന്നാലും 5 ഒക്കെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഇറക്കും. സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോകളും ഇങ്ങനെ ഇറക്കും. കുറേ നേരം എഡിറ്റ് ചെയ്ത് ഇനി വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം. ഓക്കെ ഗായ്സ്, പൈസ ഗാരേജിൽ പോയി എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ? ഓക്കെ, ഗാരേജിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാം. കാർ മേടിക്കാമായിരുന്നു പുതിയ. ഇത് മേടിക്കാം. ഈ കാറിൻ്റെ പേരെ ഞാൻ പറഞ്ഞു, ചുമന്നയാണോ ഓറഞ്ചാണോ ഇത്? എന്തായാലും വേറെ കാറുകളും കൊള്ളാം, നമുക്ക് ആ കാർ മേടിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേത് കാറ്? അതിനൊക്കെ നല്ല പൈസയാവും. നമുക്കിത് മേടിക്കാൻ പറ്റും. ഗൈസ്, ഇവിടെ മേടിച്ചിരിക്കുന്നു. ഇനി ചെറിയ റൈഡ് പോവാം. ഓക്കെ, ചെറിയൊരു റൈഡിന് പോവാം, കുറേ ദൂരം പോവാം. ഇത് കൊള്ളാം കേട്ടോ, ഇതിൻ്റെ സ്റ്റിയറിങ്ങും ഇതൊക്കെ നോക്ക് ഗൈസ്. പോർഷയുടെ സ്റ്റിയറിങ്ങിനേക്കാളും വ്യത്യാസമുണ്ടല്ലേ ഗൈസ്? പക്ഷേ ഇത് നല്ല കൺട്രോളിൽ പോകുന്നു ഗൈസ്, സത്യത്തിൽ നല്ല കൺട്രോള്. ഇതെവിടെ ഇടിക്കത്തില്ല ഗൈസ്, ഞാൻ ഉറപ്പ് തരുന്നു, ഇത് എവിടെ ഇടിക്കത്തില്ല. നല്ല കൺട്രോള്, സ്പീഡെന്ന് പറഞ്ഞാൽ ചെറിയ കുറവുണ്ടെങ്കിൽ നല്ല കൺട്രോളിങ്ങാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ട്. നല്ല കൺട്രോളുണ്ട്, പക്ഷേ സ്പീഡ് കുറവാണ്. പോർഷയ്ക്ക് സ്പീഡ് കൂടുതലാണ്, കൺട്രോൾ കുറവാണ്. സ്റ്റിയറിങ് കണ്ടോ, കറക്റ്റ് കണ്ടോ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. അയ്യോ ഇല്ല ഗായ്സ്, ഇടിച്ചില്ല. നമ്മൾ കാട്ടിക്കൂടെയൊക്കെ നൈസിന് ഇറങ്ങി വന്ന്. ഇടിച്ചോ? ഇല്ലല്ലേ. അതെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കാണുന്നില്ല. ഓക്കെ ഗായ്സ്, ഓക്കെ. വീട്ടിൽ പോകണം. ഈ വീട്ടിൽ വഴി മറന്നു പോയി ഞാൻ. കുറേ റൈഡ് ചെയ്ത് നമ്മൾ. ഓക്കെ, നമ്മൾ ബേസെത്തി. ബേസിനകത്ത് കയറ്റാൻ പറ്റുമോ? ബേസിനകത്ത് കയറ്റാം. ഗാരേജിൽ കയറ്റാം. ഇവിടെ ഗാരേജിൽ കയറ്റണ്ട, ഇവിടെ വല്ല ഇരിക്കണ്ടേ? നമുക്ക് പിന്നെ വല്ലതും എടുത്ത് കയറ്റാം ഗൈസ്. പൈസ കുറയുന്നു, കൂടുന്നൊന്നുമില്ല. നമുക്കൊരു പ്ലേ ബട്ടണും കിട്ടി ഗൈസ്. ഗോൾഡൻ ബട്ടൺ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ അവസാനം ഗോൾഡൻ ബട്ടണും കിട്ടുമെന്ന്. ഗൈസ്, ഗോൾഡൻ ബട്ടണും വന്നിരിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇനി പതിയെ വലിയ വലിയ പ്ലേ ബട്ടൺസ് കിട്ടുന്നതാണ്, അതൊക്കെ നൈസിന് കിട്ടും. ഇനി ഈ ഗെയിമിൻ്റെ പാർട്ട് 3 ഇറക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടാതെ കമൻറ്റും ചെയ്താൽ മാത്രം മതി.
നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നുണ്ട്. മടിക്കാതെ ആ ബട്ടണിൽ ഞെക്കിയാൽ പോരെ ഗൈസ്, ലൈക്കിൻ്റെ. ഓക്കെ, മേളിലോട്ട് പോവാം. ഇവിടെ ഇനി എന്തോ അടുത്ത പരിപാടി, പീസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല തോന്നുന്നു. പൈസ വേണം. എന്തായാലും അടുത്ത വീഡിയോ ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്തുവാ സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ വർക്കേഴ്സ് ഭയങ്കര പണിയാണ് ഗൈസ്. 1 മില്യൺ ആയിട്ടുണ്ട്, 1.16 മില്യൺ ആയിട്ടുണ്ട്, 79 മില്യൺ പ്ലസ് ആണ് ഗൈസ് കൊടുത്തേക്കുന്നത്, മില്യൺ പ്ലസ്. ഓക്കെ, 300 സംതിങ് 307. ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് അങ്ങനെ മാത്സ് കുറച്ച് വീക്കാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, 3,10,945 അങ്ങനെയാന്ന് തോന്നുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് മേളിൽ. ഇനി മേൽക്കൂരയൊക്കെ നൈസായിട്ട് കാണാം. അവിടെ മേൽക്കൂര വന്നോ? അങ്ങോട്ട് മേൽക്കൂര, ഇവിടെ വന്നു മേൽക്കൂര. ഓക്കെ ഗൈസ്, പൈസ എടുക്കാം. നമ്മുടെ വണ്ടി ഒന്ന് കയറ്റി വെക്കണം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ഗുഡ് ബൈ.